ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആഗമന കാലത്തിലെ 1-ാം ഞായർ. ഇന്നോടെ നമ്മൾ ഒരു പുതിയ ആരാധനാ വത്സരത്തിലേക്ക് കടന്നു വരികയാണ്. ആരാധനാ വത്സരം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് നമ്മൾ ഈശോയാകുന്ന രഹസ്യത്തെ ധ്യാനിക്കുകയാണ്. ഈശോയുടെ വരവ്, ഈശോയുടെ ജീവിതം, ഈശോയുടെ മരണം, ഉത്ഥാനം, ഈശോയുള്ള നമ്മുടെ ജീവിതം, എന്നിട്ട് അവസാനം കർത്താവിൻ്റെ വീണ്ടും വരവ്. ഈ രീതിയിൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ക്രിസ്തുരാജൻ്റെ തിരുനാൾ കൊണ്ടാടി. അത് ആരാധനാ മത്സരത്തിലെ അവസാനത്തെ ഞായറാഴ്ചയായിരുന്നു. നമ്മൾ അത് കഴിഞ്ഞുള്ള ആ ആഴ്ചയുടെ കഴിയുമ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ആരാധനാ മത്സരത്തിൻ്റെ തുടക്കം. അത് ആഗമന കാലമാണ്. നമ്മൾ ഈശോയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാനുള്ള കാലമാണ് ഈ ആഗമന കാലം. സത്യത്തിൽ ഈശോയുടെ 3 വരവുകളുണ്ട്. ഇന്നലത്തെ വരവ്, ഇന്നത്തെ വരവ്, നാളത്തെ വരവ്. ഇങ്ങനെ കടന്നു വരുന്ന കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ തിരുസഭ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്ന കാലമാണ് ഈ ആഗമന കാലം. ഇസ്രായേൽ ജനം രക്ഷകൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. ആ ഇസ്രായേൽ ജനത്തോട് ചേർന്ന് ചരിത്രത്തിലെ ഈശോയുടെ വരവ്, പ്രിയപ്പെട്ടവരെ, ആ വരവ് നമ്മളെ കാത്തിരിക്കുക. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് നമ്മൾ അങ്ങനെ ആഗമനകാലത്തിലേക്ക് കടന്നു വരുന്നു. നമ്മൾ ഈ ആഴ്ച പ്രത്യേകിച്ച് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് കർത്താവിൻ്റെ നാളത്തെ വരവാണ്. എപ്പോഴാണ് അവിടുന്ന് കടന്നു വരിക എന്ന് നമുക്കറിയില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ഉണർന്ന് ജാഗരൂകരായിരിക്കണം എന്ന് ഇന്നത്തെ വായനകൾ പ്രത്യേകിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ വരവ് ക്രിസ്മസ്, ഒരു വിധത്തിൽ ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ കാലമാണ് ഈ ആഗമന കാലം എന്ന് വേണേൽ പറയാം. അത് ഒരു വിധത്തിൽ രഹസ്യമായി കർത്താവ് കടന്നു വരിക. രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കുർബാന, നമ്മളെ കൂദാശകളൊക്കെ രഹസ്യങ്ങളാണ്. അതായത് പ്രതീകങ്ങളിലൂടെ കർത്താവിൻ്റെ വരവിനെ നമ്മൾ ആഘോഷിക്കുക. ക്രിസ്മസ്, നമ്മുടെ ഓരോ ദിവ്യ കുർബാനയും നമുക്ക് ഈശോയുടെ വരവാണ്. അപ്പം നിരന്തരം നമ്മൾ കർത്താവിനെ നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരും. ഇന്നലെയും ഇന്നും നാളെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും കർത്താവ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ശ്രദ്ധയില്ലാതെ നമ്മൾ ജീവിച്ചാൽ, ഈ ലോക കാര്യങ്ങളിൽ മാത്രം വ്യഗ്രത കൊണ്ട് നമ്മൾ ജീവിച്ചാൽ, കർത്താവിനെ നിരന്തരം കണ്ടുമുട്ടുവാനും അവിടുത്തെ സ്വരം കേൾക്കുവാനും അവിടുത്തെ ഇഷ്ടം അറിയുവാനും അവിടുത്തെ പാതയിലൂടെ, പ്രകാശത്തിൻ്റെ പാതയിലൂടെ ചരിക്കുവാനും ശ്രദ്ധ വെച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ക്രൈസ്തവരാകാൻ സാധിക്കൂ എന്ന്, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകൾ പ്രത്യേകിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന കാലഘട്ടമാണ് ആഗമന കാലം എന്ന് പറഞ്ഞാൽ. ആഗമന കാലത്തിലെ ആ ആഗമന കാല റീത്തുണ്ട്, അഡ്വൻറ്റ് റീത്ത്. അതിൽ നമ്മൾ 4 പ്രത്യേകമായിട്ടുള്ള തിരികളുണ്ട്. അത് ഈ 4 ആഴ്ചത്തെ ഓർമ്മപ്പെടുത്തുക. അതിൽ 1-ാമത്തെ ആഴ്ചയിൽ കത്തിക്കുന്ന തിരി ഓർമ്മപ്പെടുത്തുന്നത് പ്രത്യാശയാണ്. പ്രത്യാശയുടെ തിരിയാണ് ആദ്യം കൊളുത്തുക. നമ്മൾ ഈ വിശുദ്ധമായ ജൂബിലി വർഷത്തിൽ മുന്നേറുമ്പോൾ പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് നമ്മൾ മല കയറാൻ പോവുകയാണ്. 1-ാമത്തെ വായന അതിനെക്കുറിച്ചാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ നഗരം, ഏറ്റവും ഉയർന്ന മലയിൽ, അവിടേക്ക് എല്ലാവരും വരുന്ന ആ പ്രതീകം, പ്രിയപ്പെട്ടവരെ, 1-ാമത്തെ വായനയിൽ നമ്മൾ കാണുക. അപ്പോൾ പ്രത്യാശയുടെ ആഴ്ചയാണ് ആഗമനകാലത്തിലെ 1-ാമത്തെ ആഴ്ച. പ്രത്യാശ നിറഞ്ഞവരായി ജീവിക്കുക. അതിനർത്ഥം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും വൃഥാവിലാകില്ല, അത് തീർച്ചയായും നിവർത്തിക്കപ്പെടും എന്നുള്ള ശ്രദ്ധയോടെ, എന്നുള്ള വിശ്വാസത്തോടെ, എന്നുള്ള പ്രത്യാശയോടെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റണം.
ആ രീതിയിലാണ് പഴയ നിയമത്തിലെ ആൾക്കാർ മുന്നേറിയത്. ആ രീതിയിലാണ് പ്രവാചകന്മാർ ജനത്തെ നയിച്ചത്. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കിയ പ്രധാനപ്പെട്ട പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ തിരി കത്തിക്കുമ്പോൾ അത് സമാധാനത്തിൻ്റെ തിരിയാണ്. സമാധാനം എന്ന് പറയുമ്പോൾ എല്ലാത്തരം പിണക്കങ്ങളും വഴക്കുകളും അകന്ന് വ്യക്തികൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, കുടുംബ കൂട്ടായ്മകൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ, മനുഷ്യവർഗം മുഴുവനും ഒരു രൂപത്തിൽ ദൈവത്തിൽ ഒന്നു ചേരുന്ന വലിയൊരു അനുഭവം. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് യുദ്ധങ്ങളെല്ലാം അവസാനിച്ച് മുന്നേറുന്ന ഒരനുഭവം. അതിനെക്കുറിച്ച് ഇന്നത്തെ ഒന്നാമത്തെ വായന പ്രത്യേകിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. സമാധാനം. രണ്ടാമത്തെ ആഴ്ച സമാധാനത്തിൻ്റെ ആഴ്ചയാണ്. നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും ഒന്ന് ക്രമീകരിക്കുവാൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ മാത്രമല്ല പരസ്പരമുള്ള ബന്ധത്തെ എല്ലാം ക്രമീകരിച്ചുകൊണ്ട് നമ്മളെല്ലാം ദൈവത്തിൻ്റെ ജനമാണെന്ന ബോധത്തോടെ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ദൈവപാതയിലൂടെ ഐക്യത്തോടെ ചരിക്കുവാൻ നമുക്കൊക്കെ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗമനകാലത്തിലെ മൂന്നാമത്തെ തിരി സന്തോഷത്തിൻ്റെ തിരിയാണ്. ആഗമനകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയെ പറയുന്നത് ഗൗദാത്തെ സൺഡേ എന്നാണ്. നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാമെന്നാണ്. കർത്താവ് കടന്നു വരുന്നത് നമ്മുടെ കണ്ണുനീരൊപ്പി നമുക്ക് ആശ്വാസമേകാൻ വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്. 11-ാമത്തെ വാക്യത്തിൽ പറയാണ്, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നതെന്നറിയാമോ? എൻ്റെ സന്തോഷം നിങ്ങളിൽ നിറയണം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം, അതിനു വേണ്ടിയാണ്. 16-ാമത്തെ യോഹന്നാൻ 16:22 പറയും, നിങ്ങളിപ്പോൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ കടന്നു വരുമ്പോഴോ നിങ്ങൾ സന്തോഷിക്കും, ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല എന്ന് പറയാണ്. പൗലോസ് അപ്പോസ്തലൻ ലേഖനയിൽ പലയിടത്തും, പ്രത്യേകിച്ച് ഫിലിപ്പിയാക്കർക്കുള്ള ലേഖനം എടുക്കുക, അതിൽ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കുവിൻ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ എന്ന് പറയുകയാണ്. ഈശോ ജനിച്ചപ്പോൾ മലഹന്മാർ പറഞ്ഞത് എന്താ? സർവ്വജനത്തിന് സന്തോഷമേകുന്ന സദ്വാർത്ത. മാതാവിൻ്റെ ഉദരത്തിലായിരുന്നപ്പോൾ ഈശോനാഥൻ എലിസബത്തിൻ്റെ ഉള്ളിലായിരുന്ന സ്നാപയോഹന്നാനെ സന്തോഷത്താൽ ഡാൻസ് ചെയ്യിച്ച അനുഭവം നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ആഗമനകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച സന്തോഷത്തിൻ്റെ അനുഭവമാണ്. നമ്മളിൽ ദുഃഖം വരുത്തുന്ന എല്ലാറ്റിനെയും അകറ്റിക്കളഞ്ഞ് യഥാർത്ഥമായി സന്തോഷം നമ്മിൽ നിറയ്ക്കുന്ന, എല്ലാം കൊണ്ടും നിറയപ്പെടുവാനുള്ള ആ ആഴ്ചയാണ് ഒരു രൂപത്തിൽ മൂന്നാമത്തെ ആഴ്ച. എന്നിട്ട് 4-ാമത്തെ തിരി കത്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് സ്നേഹത്തിൻ്റെ തിരിയാണ്. നമ്മൾ 4-ാമത്തെ ആഴ്ചയിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത് നമുക്ക് ഈ മാതാവിനെക്കുറിച്ചാണ്. ഈശോയ്ക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഒരു കുടുംബത്തെ ദൈവം രൂപപ്പെടുത്തിയ സംഭവമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ 4-ാമത്തെ ഞായറാഴ്ച പ്രത്യേകമായിട്ട് വായിച്ച് കേൾക്കുക. ആഗമനകാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ച സ്നേഹത്തിൻ്റെ ആഴ്ച. ഈശോ സ്നേഹത്തിൻ്റെ അവതാരമാണ്. പിതാവായ ദൈവം അത്രയേറെ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പ്രിയപുത്രനെ നൽകാൻ തക്ക വിധം എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ അവതാരമാണ്. ദൈവത്തിൻ്റെ സ്നേഹം മൂർത്തീഭവിച്ചതാണ് പ്രിയപ്പെട്ടവരെ ഈശോനാഥൻ. അങ്ങനെ സ്നേഹത്തിൻ്റെ അവതാരമായി ജനിച്ചവനാണ്. മനുഷ്യരുടെ പ്രതീക്ഷകളുടെ സാക്ഷാത്കാരമായി, മനുഷ്യരുടെ സമാധാനം വരുത്തുന്നവനായി, മനുഷ്യർക്ക് സന്തോഷം ഏകുന്നവനായി, മനുഷ്യരെ സ്നേഹത്താൽ നിറച്ച് സമർത്ഥമായ ജീവൻ്റെ ഉടമകളാക്കാനായിട്ട് കർത്താവ് കടന്നു വരുന്നു ക്രിസ്മസിൽ. അതിരീത്തിലെ വെള്ളത്തിരി കത്തിക്കുമ്പോൾ അതാണ് ഓർമ്മ, അത് ജീവൻ്റെ പ്രകാശമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുന്നേറാം, ഈ ആഗമനകാലത്തിലൂടെ മുന്നേറാം. ഉറങ്ങുന്നവനെ ഉണരുക, 2-ാമത്തെ വായനയിൽ നമ്മൾ വായിച്ച് കേൾക്കുക. നിങ്ങളെപ്പോഴും ജാഗരൂകരായിരിക്കുവിൻ, സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രകാശത്തിൻ്റെ മക്കളായി വ്യാപരിക്കാം. 1-ാമത്തെ വായനയിൽ അവസാനം കേൾക്കുക. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാം എന്നുള്ള ആഹ്വാനം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സങ്കീർത്തനം നമുക്ക് ഏകുക. നമുക്കെല്ലാവർക്കും ഈ ആഗമനകാലം വലിയ പ്രതീക്ഷയുടെ, വലിയ സമാധാനത്തിൻ്റെ,
വലിയ സന്തോഷത്തിൻ്റെ, വലിയ സ്നേഹത്തിൻ്റെ, സമൃദ്ധമായ ജീവൻ്റെ കാലഘട്ടമായി മാറട്ടെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിലേക്ക് നമ്മളെ നയിക്കുന്ന തീയതി എന്നതിനേക്കാൾ ആഗമനകാലം ഒരു തീർത്ഥാടനമാണ്. കർത്താവിലേക്കുള്ള യാത്രയാണ്, കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള യാത്രയാണ്. ആ യാത്രയിൽ നമുക്ക് മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതത്തെ മുഴുവനും നമുക്ക് നവീകരിക്കാം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം നമുക്കൊന്ന് വിട്ടുകളയാം. ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം ജീവിതത്തിലേക്ക് നമുക്ക് ആവഹിച്ചെടുത്ത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി ക്രിസ്തുവിനെ ധരിച്ച് ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.